السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അൽ ഇമാം അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഉംദത്തുൽ അഹ്കാം എന്ന കിതാബിലെ കിതാബു സിയാമാണ് നമ്മൾ വായിച്ചു വരുന്നത്. കിതാബു സിയാമിലെ ഉപ അധ്യായമായ ബാബുൻ അഫ്ളലു സിയാമി വഗൈറുഹു എന്ന ഭാഗത്തെ 4 ഹദീസുകളാണ് കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ അവസാനം പറഞ്ഞത്. അഥവാ തൊട്ടു മുന്നേ ആ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പരിശുദ്ധ റമളാനിലെ നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. അഥവാ ആ വിഷയത്തിൽ വന്ന ഹദീസുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി, ഹദീസുകളിലൂടെ പഠിക്കുകയുണ്ടായി. അതിനുശേഷം പിന്നീട് സുന്നത്ത് നോമ്പുകൾ അതൊരാൾ എങ്ങനെ എടുക്കണം, ഏതാണ് ഏറ്റവും അഫ്ളലായ രൂപം എന്നത് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷമുള്ള ഹദീസുകൾ ചില ദിവസങ്ങൾ നോമ്പെടുക്കരുത് എന്നാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതിൽപ്പെട്ടതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി പറഞ്ഞത്. വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായി, വെള്ളിയാഴ്ചക്കൊരു പ്രത്യേകതയുണ്ട് എന്ന നിലക്ക് നോമ്പെടുക്കാൻ പാടില്ല, ആ ദിവസം മാത്രമായിട്ട്. എന്നാൽ മറ്റുള്ള പ്രത്യേകമായ വല്ല നോമ്പുകളും ചേർന്നു വന്നാൽ, വെള്ളിയാഴ്ച യോജിച്ചു വന്നാൽ അതെടുക്കാം. ആശുറ പോലെ, അറഫ പോലെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരാൾക്കെടുക്കാം. അതേപോലെ തന്നെയാണ് ശനിയാഴ്ച ദിവസവും ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഒറ്റക്കെടുക്കരുത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ 2 ദിവസങ്ങളിലും ഒരാൾ അതിൻ്റെ മുമ്പോ ശേഷമോ എടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് എടുക്കാം. അതല്ലാതെ അത് ഒറ്റപ്പെടുത്തരുത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ ഒക്കെ ആകെ തുക. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായി മനസ്സിലാക്കിയതാണ്. 5-മതായി ആ ഉപ അധ്യായത്തിൽ അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ലാ അദ്ദേഹം കൊണ്ടുവന്ന ഹദീസ് عن أبي عبيد مولى ابن أزهر واسمه سعد بن عبيد قال شهدت العيد مع عمر بن الخطاب رضي الله عنه فقال هذان يومان نهى رسول الله صلى الله عليه وسلم عن صيامهما يوم فطركم من صيامكم واليوم الآخر تأكلون فيه من نسككم. അബൂ ഉബൈദ് അഥവാ അദ്ദേഹത്തിൻ്റെ പേര് സഅദ് ഇബ്നു ഉബൈദ് എന്നാണ്. ഇദ്ദേഹം താബിഇയാണ്. താബിഇയായ സഅദ് ഇബ്നു ഉബൈദ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഷഹിദുൽ ഈദ മഅ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അദ്ദേഹത്തോടൊപ്പം ഞാൻ പെരുന്നാൾ ദിനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ഫഖാല, ആ സന്ദർഭത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഹാദാനി യൗമാനി നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സിയാമിഹിമാ. ഇതാ ഈ 2 ദിവസങ്ങൾ, ഈ 2 ദിവസങ്ങളിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
നോമ്പ് വിലക്കിയിരിക്കുന്നു, നോമ്പെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഏതൊക്കെയാണ് ആ 2 ദിവസങ്ങൾ? യൗമു ഫിത്രിക്കും മിൻ സിയാമിക്കും, ഒന്നാമത്തെ ദിവസം നിങ്ങളുടെ നോമ്പിൽ നിന്നും നിങ്ങൾ വിരമിച്ചിരിക്കുന്ന അഥവാ ഈദുൽ ഫിത്ർ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം. വൽയൗമുൽ ആഖർ, രണ്ടാമത്തെ ദിവസം എന്നത് തഅകുലൂന ഫീഹി മിൻ നുസുക്കിക്കും, നിങ്ങളുടെ അറവ് മൃഗത്തിൽ നിന്നും നിങ്ങൾ ഭക്ഷിക്കുന്ന ദിവസമാണ്. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും 2 പെരുന്നാൾ ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അതാണ് ഈ ഹദീസിൻ്റെ അർത്ഥം. തൊട്ടു മുന്നേ പറഞ്ഞു, സുന്നത്ത് നോമ്പുകൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പം അതിൽ ചില ദിവസങ്ങൾ നമുക്ക് നോമ്പെടുക്കാൻ പാടില്ല എന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലടക്കം പറഞ്ഞു വന്നത്. അതുപോലെ നോമ്പെടുക്കാൻ പാടില്ലാത്ത 2 ദിവസങ്ങളെക്കുറിച്ചാണ് ഈ ഹദീസിലുള്ളത്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല 2 ദിവസങ്ങളിൽ നോമ്പെടുക്കൽ നമുക്ക് ഹറാമാക്കിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവിടുന്ന് ഒരു കാര്യം വിലക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് പാടില്ല, അത് ഹറാമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരാൾ ഈ ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ ഉദ്ദേശിച്ചാൽ അതേത് നോമ്പുമാവട്ടെ, ഏത് നോമ്പുമാവട്ടെ, റമദാനിലെ ഖളാ വീട്ടാനുള്ള നോമ്പാവട്ടെ, അല്ലെങ്കിൽ നേർച്ച നേർന്ന നോമ്പാവട്ടെ, ഏത് നോമ്പുമാവട്ടെ, ഒരാൾക്ക് എടുക്കാൻ പാടില്ല. അയാൾ അങ്ങനെ നോമ്പെടുക്കാൻ ഉദ്ദേശിച്ചാൽ ആ നിയ്യത്ത് ശരിയാവുകയില്ല. അയാളുടെ നോമ്പ് ഫസാദാണ്, ബാത്തിലാണ്. അയാളുടെ നോമ്പ് അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നു മാത്രമല്ല, അയാൾ കുറ്റക്കാരനാണ്. അതിൻ്റെ പേരിൽ അയാൾക്ക് ശിക്ഷ ലഭിക്കും. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ 2 ദിവസങ്ങളിലും നോമ്പെടുക്കൽ ഹറാമാക്കിയിട്ടുണ്ട്, അവിടുന്ന് വിലക്കിയിട്ടുണ്ട്. ആ വിലക്കിനെ മറികടന്ന് ഒരാൾ നോമ്പെടുക്കുക എന്നുള്ളത് കുറ്റക്കാരനായി തീരും, ആ നോമ്പ് ശരിയാവുകയില്ല എന്നതാണ്. നോക്കൂ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ച രൂപത്തിലാണ് ശറഇലെ ഓരോ നിയമങ്ങളും നിർണയിക്കുന്നത്, നിശ്ചയിക്കുന്നത്. തൊട്ടു മുന്നേ ഉള്ള ദിവസം നോമ്പ് മുറിക്കേണ്ട പെരുന്നാൾ ദിവസമായ നോമ്പെടുക്കാൻ പാടില്ലാത്തതായ ദിവസത്തിൻ്റെ തൊട്ടു മുന്നേ ഉള്ള ദിവസം നോമ്പാണ്. ഇനി ഈ ദിവസത്തിന് ശേഷം ഒരാൾക്ക് നോമ്പായിരിക്കും. നോമ്പെടുക്കുന്നവരുണ്ടാകും, എടുക്കാത്തവരുണ്ടാകും, അല്ലേ? ശവ്വാലിലെ നോമ്പ്, അതിനിടയിലുള്ള ഒരു ദിവസം അള്ളാഹു നോമ്പെടുക്കൽ ഹറാമാക്കിയിരിക്കും. അള്ളാഹു ഹക്കീമാണ്, അവൻ്റെ ഏത് നിയമവും യുക്തിപൂർണമായിരിക്കും. നോക്കൂ, 2 നോമ്പുകൾക്കിടയിൽ ഉള്ള ഒരു ദിവസം അള്ളാഹു ഹറാമാക്കി, നോമ്പെടുക്കാൻ പാടില്ല. പണ്ഡിതന്മാർ പറഞ്ഞു, റമദാൻ പൂർത്തിയാവലോടുകൂടി ഒരാൾ പിറ്റേത്തെ ദിവസം നോമ്പെടുക്കാൻ പാടില്ല എന്നതാണ് അറിയിക്കുന്നത്. ഫർളായ നോമ്പിൽ നിന്നും ഒരാൾ വിരമിച്ചു, അയാൾക്ക് പിറ്റേത്തെ ദിവസം ഇഫ്താർ നിർബന്ധമാണ്. ഏതുപോലെ? നിസ്കാരവുമായി ബന്ധപ്പെടുത്തി പണ്ഡിതന്മാർ പറഞ്ഞു, വതഹ്ലീലുഹ അത്തസ്ലീം, നിസ്കാരത്തിൽ നിന്ന് ഒരാൾ വിരമിക്കുന്നത് സലാം വീട്ടലിലൂടെയാണ്. ഒരാൾ നിസ്കാരം പൂർത്തീകരിച്ചു, സലാം വീട്ടി, അതോടുകൂടി അയാൾ അതിൽ നിന്ന് വിരമിച്ചു എന്നതുപോലെയാണ് ഒരാൾ പരിശുദ്ധ റമദാനിൻ്റെ 29 അന്ന് മാസം കണ്ടാൽ പിറ്റേന്ന് അയാൾക്ക് ഫിത്റാണ്, നോമ്പില്ല. അല്ലെങ്കിൽ 30 ദിവസങ്ങൾ ഒരാൾ പൂർത്തിയാക്കി, പിറ്റേത്തെ ദിവസം ഒരാൾക്ക് ഫിത്റാണ്, നോമ്പില്ല, നോമ്പെടുക്കാൻ പാടുള്ളതല്ല. നോക്കൂ സഹോദരങ്ങളെ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ച അവൻ്റെ ദീനിലെ നിയമമാണ്. നല്ലതല്ലേ, നോമ്പല്ലേ എന്ന് പറഞ്ഞൊരാൾ ന്യായീകരിച്ചാൽ അയാൾ കുറ്റക്കാരനായി തീരും. നമുക്കൊരു കാര്യം നല്ലതാണെന്നോ നന്മയാണെന്നോ നമുക്ക് അനുയോജ്യമാണെന്നോ നിശ്ചയിക്കാൻ പാടില്ല. നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ്, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്ക് വഴിപ്പെടേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും.
അപ്പം അതുകൊണ്ട് പറഞ്ഞതിൻ്റെ ചുരുക്കം, ഈ 2 ദിവസങ്ങളിൽ നോമ്പെടുക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു. പണ്ഡിതന്മാർ പറഞ്ഞു 5 ദിവസങ്ങളാണ് മൊത്തത്തിൽ നോമ്പെടുക്കൽ ഹറാമായിട്ടുള്ള ദിവസങ്ങൾ ഒരു വർഷം എടുത്തു കഴിഞ്ഞാൽ. അതിൽ 2 ദിവസങ്ങളാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൗമു ഫിത്രിക്കും മിൻ സിയാമിക്കും, നിങ്ങളുടെ നോമ്പുകളിൽ നിന്ന് നിങ്ങൾ ഫിത്റാക്കുന്ന, വിരമിക്കുന്ന, നിങ്ങൾ പെരുന്നാളാക്കുന്ന ദിവസം. രണ്ടാമത്തേത് തഅകുലൂന ഫീഹി മിൻ നുസുക്കിക്കും, നിങ്ങളുടെ ബലിമൃഗത്തിൽ നിന്നും നിങ്ങൾ ഭക്ഷിക്കുന്ന ദിവസം. അഥവാ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. പിന്നീടുള്ള 3 ദിവസങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, ലം യുറഖസ് ഫീ അയ്യാമി തശ്രീഖി അൻ യുസംന ഇല്ലാ ലിമൻ ലം യജിദിൽ ഹദിയ. അയ്യാമു തശ്രീഖിൻ്റെ 3 ദിവസങ്ങളാണ് പിന്നീടുള്ള 3 ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ പാടുള്ളതല്ല. ആ ദിവസങ്ങളിൽ നോമ്പെടുക്കൽ ഹറാമാണ്. ആർക്കൊഴികെ? ഹജ്ജുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഹജ്ജിൻ്റെ വിവിധ രൂപങ്ങളുണ്ട്. തമത്തുആയി ഹജ്ജ് ചെയ്യുന്ന രൂപമുണ്ട്, ഖാരിനായി ഹജ്ജ് ചെയ്യുന്ന രൂപമുണ്ട്, മുൻഫരിദായി ഹജ്ജ് ചെയ്യുന്ന രൂപമുണ്ട്. അഥവാ ഹജ്ജും ഉംറയും ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന രൂപം, എന്നിട്ട് പിന്നീട് അതിൽ നിന്ന് തഹല്ലുലാകും, എന്നിട്ട് അവിടെ തന്നെ താമസിക്കും. ഹജ്ജിൻ്റെ സമയമായാൽ വീണ്ടും ഇഹ്റാം കെട്ടും. അതല്ല, നേരെ ഹജ്ജിൻ്റെ ആ സമയത്ത് വന്ന് ഇഹ്റാം കെട്ടി ഹജ്ജ് ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ പല രൂപങ്ങളിലാണ് ഹജ്ജ് ചെയ്യുന്ന ആളുകളുടെ അവസ്ഥകൾ. അതിൽ തമത്തുആയും അതുപോലെ തന്നെ ഖാരിനായും ഹജ്ജ് ചെയ്യുന്ന ആളുകൾക്ക് ഹദിയ്, അറവ് നിർബന്ധമാണ്. ഹജ്ജിന് പോയ ആളുകൾക്കറിയാം. അങ്ങനെ ഒരാൾക്ക് ഹദിയ് ചെയ്യാൻ സാധിച്ചില്ല, അറുക്കാൻ സാധിച്ചില്ല, അങ്ങനെയുള്ള ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യാമു തശ്രീഖിൽ നോമ്പെടുക്കാൻ ഇളവ് നൽകിയിട്ടുണ്ട്. കാരണം അവർ അതിനു പകരമായി നോമ്പ് നോറ്റുവീട്ടണം എന്നാണ് നിയമം. ഇങ്ങനെ വർഷത്തിൽ 5 ദിവസങ്ങളാണ് നോമ്പെടുക്കൽ നിഷിദ്ധമായിട്ടുള്ള, ഹറാമായിട്ടുള്ള ദിവസങ്ങൾ. 2 പെരുന്നാൾ ദിവസങ്ങളും അയ്യാമു തശ്രീഖിൻ്റെ 3 ദിവസങ്ങളും, അഥവാ ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങൾ. ഇവിടെ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മസ്അലയുണ്ട്. പെരുന്നാൾ ദിവസത്തിൽ നോമ്പെടുക്കൽ ഹറാമാണ് എന്നാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ പൊതുവെ, പ്രത്യേകിച്ച് അടുത്ത വർഷങ്ങളായി നമ്മൾ കണ്ടുവരുന്നതാണ് മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളും ചർച്ചകളും. അത് ഈ ക്ലാസിൻ്റെ, ഈ കിതാബ് വായിക്കുന്നതിൻ്റെ തുടക്കത്തിൽ ഉള്ള ദർസിൽ ഹദീസ് വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഒരു നാട്ടിൽ മാസപ്പിറവി കണ്ടു, ഒരു നാട്ടിൽ പെരുന്നാളാണ്. ഉദാഹരണത്തിന് സൗദി അറേബ്യയിൽ മാസം കണ്ടു, അന്ന് പെരുന്നാളാണ്. എന്നാൽ അതേ ദിവസം തന്നെ നമ്മുടെ നാട്ടിൽ സൗദി അറേബ്യയുടെ കാഴ്ച പരിഗണിക്കാതെ നമ്മുടെ നാട്ടിലെ കാഴ്ച പരിഗണിക്കണം എന്ന അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് അന്ന് നോമ്പാക്കി എന്ന് വിചാരിക്കാം. മനസ്സിലായോ? റമളാനിൻ്റെ 29 അന്ന് ഒരു നാട്ടിൽ മാസപ്പിറവി കണ്ടു, സൗദി അറേബ്യയിൽ കണ്ടു എന്ന് വിചാരിക്കാം. മുന്നേ സൂചിപ്പിച്ചതുപോലെ 2 അഭിപ്രായങ്ങളുണ്ട്. ലോകത്തെവിടെ കണ്ടാലും എല്ലാവരും അത് സ്വീകരിക്കണം, അഥവാ ഒറ്റക്കാഴ്ച. രണ്ടാമത്തെ അഭിപ്രായം അല്ല, ഓരോ നാടിനും അവരവരുടേതായ കാഴ്ച ഉണ്ട്, അപ്പം അത് കണ്ടാലേ ഒരാൾ നോമ്പും പെരുന്നാളാക്കേണ്ടതുള്ളൂ. അപ്പോൾ ലോകത്ത് എവിടെയെങ്കിലും കണ്ടാൽ എല്ലാവരും സ്വീകരിക്കണം എന്ന അഭിപ്രായം സ്വീകരിച്ച ആളുകൾ അത് സ്വീകരിക്കാത്തവരുടെ നോമ്പ് അന്ന് പെരുന്നാളായതുകൊണ്ട് ഫസാദാണ് എന്ന് പറയാൻ പാടില്ല ആണ് പറഞ്ഞു വന്നത്. സൗദി അറേബ്യയിൽ 30 അന്ന് പെരുന്നാളാണ്, നമുക്കിന്ന് 30 നോമ്പാണ്. അപ്പോൾ ചില ആളുകൾ പറയും, നിങ്ങളുടെ നോമ്പ് ഹറാമിൻ്റെ ദിവസത്തിലാണ്, നിങ്ങളുടെ നോമ്പ് ഫസാദാണ്, നോമ്പെടുക്കാൻ പാടില്ല, പെരുന്നാൾ ദിവസത്തിലാണ് നിങ്ങൾ നോമ്പാക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഒറ്റ കാഴ്ച പറഞ്ഞ പണ്ഡിതന്മാർ പോലും അങ്ങനെ ഒരു ഫത്വ പറഞ്ഞിട്ടില്ല. ഒറ്റ കാഴ്ചയാണ് സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പോലും ലോകത്തൊരു സ്ഥലത്ത്
പെരുന്നാളാണ്, എന്നാൽ വേറെ സ്ഥലത്ത് പെരുന്നാളല്ല നോമ്പാണ്. അപ്പം ഈ ആളുകളുടെ നോമ്പ് ഫസാദാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല. അതൊരു പുതിയൊരു വാദമാണ്. പ്രത്യേകിച്ചിട്ട് സാധാരണക്കാരായ ആളുകൾ അന്നാകെ ബേജാറിലായിരിക്കും. പലരും വല്ലാത്ത മാനസിക പ്രയാസത്തോടു കൂടിയായിരിക്കും നോമ്പെടുക്കുക. ഒരുപാട് ആളുകൾ ചോദിക്കും, നോമ്പെടുക്കാൻ പറ്റുമോ, നോമ്പെടുത്താൽ ഹറാമാവോ, നമ്മുടെ നോമ്പ് സ്വീകരിക്കാതെ പോവോ, ഹറാമിൻ്റെ ദിവസത്തിൽ പെരുന്നാൾ ദിവസത്തിൽ നോമ്പെടുപ്പിച്ചു എന്നൊക്കെയാണ് പല ആളുകളും പറയുക. ആകെ ഇബാദത്തിൻ്റെ കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുക എന്നത് മാത്രമേ അതുകൊണ്ട് കിട്ടുന്നുള്ളൂ. ഒരുപാട് ആളുകൾ നിയത്ത് ഫസാദായി പോകുന്ന രൂപത്തിലാണ് അന്ന ദിവസം നോമ്പെടുക്കുക. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. ചില ആളുകൾ അങ്ങനെ വിചാരിക്കും, ഏതായാലും ഇപ്പം ഇന്ന് പെരുന്നാളാക്കാൻ പറ്റില്ലല്ലോ, അപ്പം ഇന്ന് എല്ലാവർക്കും നോമ്പാണ്, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. സഹോദരങ്ങളെ, അത് പണ്ഡിതന്മാർ പറയാത്ത ഒരു കാര്യമാണ്. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല, പറയാൻ വകുപ്പില്ല. കാരണം ഇമാം മുസ്ലിമിൻ്റെ സഹീഹിൽ വന്ന ഖുറൈബിൻ്റെ സംഭവം, ആ ഒരു ഹദീസ് നമ്മൾ മുന്നേ പറഞ്ഞതാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കാഴ്ച പോരാ, നമുക്ക് നമ്മുടെ കാഴ്ച വേണം എന്ന് സ്വഹാബി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോമ്പും പെരുന്നാളും ഫസാദാണോ? നമുക്ക് പറയാൻ പറ്റുമോ? മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കാഴ്ച പരിഗണിക്കാത്തത് കാരണത്താൽ മദീനയിലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നോമ്പ് ഫസാദാണ് എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റുകയില്ല. അദ്ദേഹത്തിന് ലൈലത്തുൽ ഖദർ കിട്ടിയിട്ടില്ല, ഒരു ദിവസം കുറഞ്ഞുപോയി എന്നൊക്കെ നമ്മൾ പറയുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നമ്മുടെ ഇബാദത്തുകളോ മറ്റുള്ള ആളുകളുടെ ഇബാദത്തുകളോ ഫസാദാക്കി കളയരുത്. ഇത് അഭിപ്രായമുള്ള ഹദീസിൻ്റെ വെളിച്ചത്തിൽ അഭിപ്രായം സ്വീകരിക്കാവുന്ന കാര്യമാണ്. അതിൽ യാതൊരു തടസ്സവുമില്ലാത്ത ദീനിൽ അറിയപ്പെട്ട ഒരു നിയമമാണിത്. അതുകൊണ്ട് തന്നെ അവനവൻ്റെ നാട്ടിലെ കാഴ്ചക്കനുസരിച്ച് ഒരാൾ നോമ്പെടുത്തു, 30ൻ്റെ നോമ്പെടുത്തു. ലോകത്ത് പല സ്ഥലങ്ങളിലും അന്ന് പെരുന്നാളായിരിക്കും. ആ അവസ്ഥ ഈ ഹദീസിൻ്റെ പരിധിയിൽ വരുന്നില്ല. എന്നാൽ ഇവിടെ പെരുന്നാളാണ്, അന്നൊരാൾക്ക് നോമ്പെടുക്കാൻ പാടുണ്ടോ? ഇല്ല. ഒരാളുടെ നാട്ടിൽ പെരുന്നാൾ ദിവസമാണ്, അന്ന് നോമ്പെടുക്കാൻ പാടില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായോ? പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് ഇനി റമദാനുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം, ആളുകൾ സ്റ്റാറ്റസ് ഇടും, നേരിട്ടയക്കും, വിളിച്ചു പറയും, പല രൂപത്തിലുള്ള സംസാരങ്ങളുണ്ടാകും. സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കുക, റമദാനും പെരുന്നാളും അതുപോലെയുള്ള ദിവസങ്ങളൊക്കെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹീതമായ ദിവസങ്ങളാണ്. ഇബാദത്തിനുള്ള ദിവസങ്ങളാണ്, സന്തോഷിക്കാനുള്ള ദിവസങ്ങളാണ്, നമ്മുടെ അമലുകൾ നന്നാക്കാനുള്ള, അത് വർദ്ധിപ്പിക്കാനുള്ള ദിവസങ്ങളാണ്. ആ സമയത്ത് ഇത്തരം വിഷയങ്ങളിൽ ഏർപ്പെട്ട് നമ്മുടെ ഇബാദത്തുകൾ ഫസാദാക്കി കളയരുത്, നമ്മുടെ സ്വഭാവം മോശമാക്കി കളയരുത്. മുന്നേ പറഞ്ഞിരുന്നു, ഫിഖ്ഹിയായ മസ്അലകളിൽ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന് ഹൃദയവിശാലത, രണ്ടാമത്തത് ശരി ഏതെന്ന് തിരഞ്ഞെടുത്ത് നമ്മൾ അമൽ ചെയ്യുക. രണ്ടും ഒരാൾ നടപ്പിലാക്കിയാൽ അൽഹംദുലില്ലാ, സമാധാനത്തിൽ ഒരാൾക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റും. സമാധാനത്തിൽ ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 4 മദ്ഹബിലെ ഇമാമിങ്ങൾ. എത്ര അഭിപ്രായ വ്യത്യാസങ്ങളാണ് അവർക്കിടയിലുള്ളത്. അവരിൽ 3 പേർ ഉസ്താദുമാരും ശിഷ്യന്മാരുമാണ്. അബു ഹനീഫ റഹിമഹുല്ല, അദ്ദേഹമാണ് കുറച്ച് മുൻകാലക്കാരൻ. പിന്നീട് വന്ന ഇമാം മാലിക് റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ല. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഷൈബാനി റഹിമഹുല്ല. ഇവരൊക്കെ നോക്കൂ, എത്ര സ്നേഹത്തോടു കൂടിയാണ് കഴിഞ്ഞുകൂടിയത്, എത്ര ബഹുമാനത്തിലാണ് അവർ മുന്നോട്ട് പോയത്. ഫിഖ്ഹിയായ മസ്അലകളിൽ നമ്മൾ പാലിക്കേണ്ട പൊതു അദബുകളുണ്ട്. ഇന്ന് പലർക്കും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ പാടില്ല. അദബില്ലാത്ത, മര്യാദയില്ലാത്ത ആളുകളാവരുത്. പ്രത്യേകിച്ച് ദീനിൻ്റെ വിഷയത്തിൽ, പ്രത്യേകിച്ച് പൊതു വിഷയങ്ങളിൽ, നമ്മളെ ഓരോരുത്തരെയും മാത്രം ബാധിക്കുന്ന വിഷയങ്ങളല്ല ഇത്. എന്നെയും നിങ്ങളെയും, അല്ലെങ്കിൽ ഞാനും എൻ്റെ കൂട്ടുകാരും എൻ്റെ കുടുംബവും എൻ്റെ മക്കളും മാത്രമല്ല, ഒരു സമുദായത്തെ മുഴുവനും ബാധിക്കുന്ന വിഷയത്തിൽ യാതൊരു വിവരവുമില്ലാതെ ആളുകൾ സംസാരിക്കും. ഇന്ന് ഹറാമാണ്, അവിടെ പെരുന്നാളാണ്, പാടില്ലാത്തതാണ്. പൊതു സമുദായത്തിൻ്റെ, പൊതു മുസ്ലിമീങ്ങളുടെ ഇബാദത്തുകൾ ഫസാദാക്കുന്ന ഒരു സംസാരം നമ്മുടെ അടുക്കൽ നിന്നുണ്ടാവാൻ പാടില്ല. പറഞ്ഞതിൻ്റെ ചുരുക്കം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ദിവസങ്ങൾ നോമ്പെടുക്കാൻ പാടില്ല എന്ന് വിലക്കിയിട്ടുണ്ട്. ആ 2 ദിവസങ്ങൾ, ഒന്ന് ചെറിയ പെരുന്നാളിൻ്റെ ദിവസമാണ്, രണ്ടാമത്തേത്
ബലി പെരുന്നാളിൻ്റെ ദിവസമാണ്. അതിന് പുറമെ നമ്മൾ പറഞ്ഞു അയ്യാമുത്ത തശ്രീഖിൻ്റെ 3 ദിവസങ്ങളിലും നോമ്പെടുക്കാൻ പാടുള്ളതല്ല. അങ്ങനെ വർഷത്തിൽ 5 ദിവസങ്ങൾ നോമ്പെടുക്കൽ ഹറാമായ ദിവസങ്ങളാണ്. അയ്യാമുത്ത തശ്രീഖിൻ്റെ ദിവസങ്ങളിൽ ആർക്ക് മാത്രമേ പാടുള്ളൂ? ഹജ്ജുമായി ബന്ധപ്പെട്ട് അറവ് നടത്താൻ സാധിക്കാത്തവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട്. അടുത്ത ഹദീസ്, ആ അധ്യായത്തിലെ 6ാമത്തെ ഹദീസ്, عن أبي سعيد الخدري رضي الله عنه قال نهى رسول الله صلى الله عليه وسلم عن صوم يومين الفطر والنحر وعن الصماء وأن يحتبي الرجل في ثوب واحد وعن الصلاة بعد الصبح والعصر أخرجه مسلم بتمامه وأخرج البخاري الصوم فقط. അബു സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നത് ഹറാമാക്കിയിരിക്കുന്നു. ഏതൊക്കെയാണ് ആ 2 ദിവസങ്ങൾ? തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞ 2 ദിവസങ്ങളാണ്. അൽ ഫിത്രി വൻ നഹ്രി. അൽ ഫിത്ർ എന്നാൽ ഈദുൽ ഫിത്റിൻ്റെ ദിവസം, നോമ്പ് അവസാനിപ്പിച്ച് പെരുന്നാളാക്കുന്ന ദിവസം. രണ്ടാമത്തത് അന്നഹർ. നെഹർ എന്നാൽ അറവിൻ്റെ ദിവസം. അതുകൊണ്ടാണ് നമ്മൾ ബലി പെരുന്നാൾ എന്ന് പറയുന്നത്. ബലി അറുക്കുന്ന ആ പെരുന്നാൾ. ഈ 2 ദിവസങ്ങളിലും നോമ്പെടുക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു. ഈ ഹദീസിൽ വേറെ ചില കാര്യങ്ങൾ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് വഅനി സമ്മാ. അസമ്മ എന്നത് വസ്ത്രധാരണത്തിൻ്റെ ഒരു രീതിയാണ്, ഒരു തരം വസ്ത്രധാരണമാണ്, വിശദീകരിക്കും. അതുപോലെ തന്നെ വഅൻ യഹ്തബിയ റജുലു ഫീ സൗബിൻ വാഹിദ്. ഒരൊറ്റ വസ്ത്രത്തിലായിരിക്കെ ഒരാൾ ഇഹ്തിബാ ചെയ്യുക. അത് രണ്ടും വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങളാണ്, അത് വിശദീകരിക്കും. മറ്റൊരു കാര്യമുള്ളത് വഅനി സ്വലാത്തി ബഅദ സുബ്ഹി വൽ അസ്ർ. സുബ്ഹിനും അസ്റിനും ശേഷമുള്ള നിസ്കാരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു. 6 കാര്യങ്ങളാണ് ഈ ഹദീസിലുള്ളത്. അതല്ലെങ്കിൽ ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ 3 വിഷയങ്ങളാണ് ഉള്ളത്. ആ 3ലും 2 കാര്യങ്ങൾ വീതം പറഞ്ഞിട്ടുണ്ട്. ആദ്യം അവിടുന്ന് പറഞ്ഞ കാര്യം, അവിടുന്ന് വിലക്കിയത് 2 ദിവസങ്ങളിലെ നോമ്പാണ്. നമ്മൾ തൊട്ടു മുന്നേ കഴിഞ്ഞു പോയ ഹദീസിൽ അത് മനസ്സിലാക്കി. 2 പെരുന്നാൾ ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ പാടുള്ളതല്ല. യൗമുൽ ഫിത്റും യൗമുൻ നഹറും, അഥവാ ഹദീസിൽ വന്നതുപോലെ യൗമു ഫിത്രിക്കും മിൻ സിയാമിക്കും, നിങ്ങളുടെ നോമ്പിൽ നിന്നും നിങ്ങൾ വിരമിക്കുന്ന, ഫിത്റാക്കുന്ന നിങ്ങളുടെ ദിവസം. രണ്ടാമത്തേത് നിങ്ങളുടെ നുസുക്കിൽ നിന്നും നിങ്ങൾ ഭക്ഷിക്കുന്ന ദിവസം. ആ 2 ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു. ഇവിടെ നഹ എന്ന് പറഞ്ഞത് നഹ്യു അത്തഹരീമാണ്, ഹറാമിൻ്റെ നഹിയാണ്. നമുക്കറിയാം, വിരോധിക്കുക, വിലക്കുക എന്ന് പറഞ്ഞാൽ ഹറാമായ വിലക്കുണ്ടാകും, കറാഹത്തായ വിലക്കുണ്ടാകും. ഇവിടെ ഹറാമായ വിലക്കാണ്, ഒരിക്കലും പാടില്ല എന്ന നിലക്ക് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 2 കാര്യങ്ങൾ വഅനി സമ്മായി. അസമ്മ എന്ന് പറഞ്ഞാൽ ഒരു തരം വസ്ത്രധാരണത്തിൻ്റെ രീതിയാണ്. അഥവാ ഒരാൾ ഒരു തരം വസ്ത്രം ധരിക്കുന്നു, പരിപൂർണമായി ഒരാളുടെ ശരീരം മൂടുന്ന രൂപത്തിൽ ഒരു വസ്ത്രം ധരിച്ചു. ആകെ അയാളുടെ ശരീരത്തിൽ നിന്നും തല മാത്രമേ പുറത്താകുന്നുള്ളൂ, ബാക്കി കൈകളടക്കം ഉള്ളിലേക്ക് പോകുന്ന രൂപത്തിൽ ഒരു തരം വസ്ത്രം ധരിക്കുക എന്നതാണ് അസമ്മ. അത് പാടില്ല.
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അസ്സമ്മ എന്ന ഈ വസ്ത്രധാരണ രീതി രണ്ട് രൂപത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തത് ഈ പറഞ്ഞതാണ്. എങ്ങനെ? ഒരാൾ ശരീരം മുഴുവനും മറക്കുക, വസ്ത്രം ധരിക്കുക. എങ്ങനെ? ഒരു വിടവും ഇല്ലാതെ, കൈകളൊന്നും പുറത്തേക്ക് കാണിക്കാത്ത രൂപത്തിൽ ആകെ മൊത്തം മൂടുക, തല മാത്രമേ പുറത്തുള്ളൂ. രണ്ടാമത്തെ സമ്മാഇൻ്റെ രൂപം എന്നത് പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ ശരീരം മുഴുവനും മറക്കുകയാണ്, എന്നിട്ട് ഒരു ഭാഗം മാത്രം പുറത്തേക്ക് കാണിക്കുന്നു. ഇപ്പോൾ ഇഹ്റാമിലൊക്കെ നമുക്ക് കാണാം, ഇഹ്റാമിൻ്റെ രണ്ട് വസ്ത്രത്തിൽ ഒന്ന് ഉടുക്കും, രണ്ടാമത്തത് ചുമലിൽ ധരിക്കും. അപ്പോൾ തവാഫിൻ്റെ വേളയിൽ നമ്മൾ എന്ത് ചെയ്യും? കൈ പുറത്താക്കിയിട്ട് ഒരു ചുറ്റലുണ്ട്. ആ രൂപത്തിൽ ബാക്കിയുള്ളതൊക്കെ ഉള്ളിലാക്കിയിട്ട് ഇങ്ങനെ മാത്രം പുറത്ത് കാണിക്കുക. ഈ വസ്ത്രധാരണ രീതിക്കാണ് അസ്സമ്മാ എന്ന് പറയുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു. എന്തുകൊണ്ടാണ്? പണ്ഡിതന്മാർ പറഞ്ഞു, ഇങ്ങനെ ഒരാൾ വസ്ത്രം ധരിച്ചാൽ അയാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ, ഒരു കാര്യം കൈകൊണ്ട് അയാളുടെ മുഖം തൊടണമെങ്കിൽ വരെ എന്തു വേണം? അയാൾക്കിത് മുഴുവനും പൊക്കിയിട്ടേ തൊടാൻ പറ്റുള്ളൂ. എന്തെങ്കിലും എടുക്കണമെങ്കിൽ എന്തു വേണം? കൈ ഉള്ളത് പുറത്തേക്ക് എടുക്കണം. ഈ സമയത്ത് അയാളുടെ ഔറത്ത് വെളിവാകും എന്നതാണ് അതിനുള്ള കാരണം. ഔറത്ത് വെളിവാകുക എന്ന ഒരു ഇല്ലത്ത്, ഒരു പ്രശ്നം അവിടെ ഉള്ളത് കൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയത്. മനസ്സിലായോ? ആ രൂപം മനസ്സിലായില്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ വേറൊരു ഇതുപോലെ കയ്യോ ഒന്നും പുറത്താവാത്ത രൂപത്തിൽ ഒരാൾ വസ്ത്രം ധരിക്കുകയാണ്, എന്നിട്ട് ഒരാൾക്ക് എന്തെങ്കിലും എടുക്കണം. ഇപ്പം എങ്ങനെയാണ് അയാൾ എടുക്കുക? കയ്യിലൂടെ ഇപ്പുറത്തൂടെ പുറത്തെടുക്കാൻ പറ്റില്ല. കാരണം എന്താ? ഇവിടെ ഒന്നുമില്ല, ഇത് മൊത്തം ചുറ്റിക്കെട്ടിയിരിക്കുകയാണ്. പിന്നെ അയാൾ എന്തു വേണം? അയാൾ കൈ ഉള്ളിലൂടെ എടുക്കണമെങ്കിൽ ഈ പറഞ്ഞത് മൊത്തം പൊന്തിക്കണം. അപ്പം അത് ഒരാളുടെ ഔറത്ത് വെളിവാകും. ഔറത്ത് വെളിവാകുന്നത് ഭയപ്പെട്ടത് കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയത്. ഇതാണ് സഹോദരങ്ങളെ അസ്സമ്മ എന്ന് പറഞ്ഞാൽ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. രണ്ടാമത്തൊരു കാര്യം ആ ഹദീസിൽ വന്നത് വഅൻ യഹ്തബിയ റജുലു ഫീ സൗബിൻ വാഹിദ്. ഒരാൾ ഒരൊറ്റ വസ്ത്രത്തിലായിരിക്കെ ഇഹ്തിബാ ചെയ്യുക. അൽ ഇഹ്തിബാ എന്നാൽ ഒരാൾ നിലത്ത് ഇരുത്തം ഉറപ്പിച്ചു, എന്നിട്ട് രണ്ട് മുട്ടുകളും ചേർത്ത് മുട്ട് കെട്ടിയിരിക്കുക എന്ന് പൊതുവേ നമ്മൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ആളുകൾ ഇരിക്കുന്നില്ലേ? ജുമാക്കൊക്കെ ചില ആളുകൾ ഇരിക്കും. എങ്ങനെയാണ് ആ മുട്ടിട്ടിരിക്കുക? അയ്യോ, ഈ ഇരുത്തം, ഒരാൾ ഇരുത്തം നിലത്തുറപ്പിച്ചു, എന്നിട്ട് രണ്ട് മുട്ടുകളും നാട്ടി വെക്കുകയാണ്, ഉയർത്തി വെക്കുകയാണ്. ആ ഇരുത്തത്തിനാണ് അൽ ഇഹ്തിബാ എന്ന് പറയുക. ആ ഇഹ്തിബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു. ഫീ സൗബിൻ വാഹിദ്, ഒരാൾ ഒരൊറ്റ വസ്ത്രത്തിലായിരിക്കെ. ഒരാൾ ഉള്ളിലൊന്നും ധരിച്ചിട്ടില്ല, ഉള്ളിൽ വേറെ വസ്ത്രമൊന്നും ധരിച്ചിട്ടില്ല, ഒറ്റ വസ്ത്രം മാത്രം, ഒരു നീള വസ്ത്രം ധരിച്ചിട്ട് ഒരാൾ ഇതുപോലെ മുട്ടിട്ടിരുന്ന് എങ്ങനെ ഉണ്ടാവും? അയാളുടെ ഔറത്ത് വെളിവാകും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഇഹ്തിബാ ഈ രൂപത്തിൽ വിലക്കിയിരിക്കുന്നു. ഇനി ഒരാൾ ഉള്ളിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, വേറെ വസ്ത്രമുണ്ട് ഉള്ളിൽ, പാൻറ്റോ അതുപോലെയുള്ള ഒരു വസ്ത്രമുണ്ട്, ഔറത്ത് വെളിവാകുകയൊന്നും ചെയ്യുകയില്ല എങ്കിൽ ഒരാൾക്ക് അങ്ങനെ ഇരിക്കാം, കുഴപ്പമില്ല. സാധാരണ മുട്ടിട്ടിരിക്കൽ വിലക്കപ്പെട്ടതാണോ? അങ്ങനെ ഇരിക്കൽ ഹറാമായി ഇരുത്തല്ല. എന്നാൽ ഒരാൾ ഒറ്റ വസ്ത്രത്തിൽ ഇങ്ങനെ ഇഹ്തിബാ ചെയ്തിരിക്കുക, ഒരൊറ്റ വസ്ത്രത്തിൽ ഒരാൾ ഇഹ്തിബാ ചെയ്യുക എന്നുള്ളത് പാടില്ലാത്തതാണ്. ഈ രണ്ട് വസ്ത്രധാരണ രീതിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ വിലക്കുകയാണ്. മനസ്സിലായോ? അസ്സമ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം മനസ്സിലായില്ലേ? അതുപോലെ തന്നെ അൽ ഇഹ്തിബാ വഅൻ യജ്തബിയ റജുലു ഫീ സൗബിൻ വാഹിദ്, ഒരൊറ്റ വസ്ത്രത്തിലായിരിക്കെ ഒരാൾ മുട്ട് കെട്ടിയിരിക്കുക, അല്ലെങ്കിൽ മുട്ട് ചേർത്ത് വെച്ച് ഇരിക്കുക, ഈ രൂപത്തിൽ പാടില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു. ഇവിടെ സഹോദരങ്ങളെ, ഈ രണ്ട് വസ്ത്രധാരണ രീതിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞു,
ഔറത്ത് വെളിവാകും എന്നതുകൊണ്ടാണ്. ഔറത്ത് വെളിവാകും എന്നതുകൊണ്ടാണ്. നോക്കൂ, ശരീഅത്തിൽ ഔറത്ത് മറക്കപ്പെടുക എന്നുള്ളതിന് വലിയ പരിഗണന നൽകിയിട്ടുണ്ട്. ഒരാളുടെ ഔറത്ത് വെളിവായി പോവുക എന്നുള്ളത് പാടില്ലാത്തതാണ്. അത് ഗുരുതരമായ പ്രശ്നമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് നോക്കൂ, ഈ രണ്ട് രൂപത്തിലുള്ള വസ്ത്രധാരണവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയത്. നമ്മൾ മറ്റുള്ള സന്ദർഭങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം. പൊതുവേ നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ഔറത്ത് വെളിവായി പോവുക എന്നുള്ളത് പാടില്ലാത്തതാണ്. ഇവിടെ പുരുഷന്മാരാണ് പൊതുവേ ഇത്തരം വസ്ത്രം ഇതുപോലെ ധരിക്കുക. പുരുഷന്മാരാണ് പൊതുവേ ഇങ്ങനെ ധരിക്കുകയാണെങ്കിൽ തന്നെ ധരിക്കുക. പൊതുവെ എല്ലാവർക്കും ഇത് ബാധകമാണ്. എന്നാൽ പുരുഷന്മാരായിരിക്കും പൊതുവെ ഇത്തരത്തിലുള്ള വസ്ത്രം ധരിക്കുക. അപ്പം അതുകൊണ്ട് അത് പാടില്ലാത്തതാണ്. ഏതൊരവസ്ഥയിലായിരുന്നാലും ഔറത്ത് വെളിവാകാത്ത രൂപത്തിലായിരിക്കണം നമ്മൾ വസ്ത്രം ധരിക്കേണ്ടത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ആണായാലും പെണ്ണായാലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഅതു ഔറത്തുൻ, ഒരു സ്ത്രീ അവൾ മുഴുവനും ഔറത്താണ്, മുഴുവനും ഔറത്താണ്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തതായി ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയത് വഅനി സ്വലാത്തി ബഅദ സുബ്ഹി വൽ അസ്ർ, സുബ്ഹിയുടെയും അസ്റിൻ്റെയും ശേഷമുള്ള നിസ്കാരം. ഈ രണ്ട് സമയത്തിൻ്റെയും പ്രത്യേകത എന്താണ്? സുബ്ഹിക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ, സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിൻ്റെ അത്രയും ഉയരുന്നത് വരെ നമ്മൾ നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദർസിൽ ദുഹാ നിസ്കാരവുമായി ബന്ധപ്പെട്ടത് വിശദീകരിച്ചതാണ്. എന്തുകൊണ്ടാണ് സുബഹിൻ്റെ ആ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്? സുബഹിന് ശേഷമുള്ള സമയം നിസ്കാരം വിലക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? ആ സമയത്താണ് സൂര്യനെ ആരാധിക്കുന്ന ആളുകൾ അവരുടെ ആരാധനകൾ നിർവഹിക്കുക, സൂര്യ നമസ്കാരം. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം കുഫാറുകളുടെ ആരാധനയോട് സാദൃശ്യപ്പെട്ടു പോവരുത് എന്ന നിലക്കാണ് ഈ വിലക്ക് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് അസുറിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെ, അഥവാ മഗ്രിബ് ആവുന്നത് വരെ നിസ്കാരമില്ല. എന്തുകൊണ്ടാണ്? ആ സമയത്താണ് സൂര്യനെ ആരാധിക്കുന്ന ആളുകൾ സൂര്യനെ ഇബാദത്ത് ചെയ്യുക. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് അവരുടെ ആരാധനകളുണ്ട്. ഇങ്ങനെ സൂര്യൻ ഉദിക്കുമ്പോഴും സൂര്യൻ അസ്തമിക്കുമ്പോഴും സൂര്യനെ ആരാധിക്കുന്ന, സൂര്യൻ്റെ അടിമകളായി പറയുന്ന ആളുകൾ അവരുടെ ആരാധനകൾ നടത്തുന്നത് കൊണ്ട് തന്നെ ഒരു മുസ്ലിമിന് അവരോട് സാദൃശ്യപ്പെടാൻ പാടില്ല എന്ന നിലക്ക് ഈ രണ്ട് സമയങ്ങളിലും നിസ്കാരം വിലക്കുകയാണ്. എന്നാൽ സഹോദരങ്ങളെ, അവിടെ പണ്ഡിതന്മാർ മറ്റു ചില ഹദീസുകളുടെ വെളിച്ചത്തിൽ പറഞ്ഞു, ഈ വിലക്ക് നിരുപാധികം ഒരാൾ സുന്നത്ത് നിസ്കരിക്കുക എന്നതിനാണ് വന്നിട്ടുള്ളത്. സാധാരണ രണ്ട് റക്അത്തുകളായി നമുക്കെപ്പോഴും നിസ്കരിക്കാം, എപ്പോഴും നിസ്കരിക്കാം, എത്രയും നിസ്കരിക്കാം, നിരുപാധികം. എന്നാൽ ഈ പറഞ്ഞ സമയത്ത് അങ്ങനെ ഒരു നിരുപാധികം നിസ്കാരം പാടില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ കാരണമുള്ള നിസ്കാരമാണെങ്കിൽ അതിൽപ്പെട്ടതാണ് ഒരാൾ സുബഹിന് ശേഷം പള്ളിയിലേക്ക് വന്നു, സുബഹി നിസ്കാരത്തിന് ശേഷം ഒരാൾ പള്ളിയിലേക്ക് വന്നു. പള്ളിയിൽ കയറിയാൽ ഇരിക്കുന്നതിന് മുന്നേ നിസ്കരിച്ചു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ ഫലാ തജ്ലിസ് ഹത്താ യുസല്ലി റക്അതൈൻ, നിങ്ങളിൽ ഒരാൾ പള്ളിയിൽ പ്രവേശിച്ചാൽ 2 റക്അത്ത് നിസ്കരിക്കാതെ അയാൾ അവിടെ ഇരിക്കരുത്. ഒരാൾ സുബഹി നിസ്കാരത്തിന് ശേഷം പള്ളിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ അയാൾക്ക് ഇരിക്കുന്നതിന് മുന്നേ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്, തഹിയ്യത്തുൽ മസ്ജിദ്. അത് ആ സമയത്ത് നിസ്കരിക്കാം, വിലക്കില്ല. അതേപോലെ ഒരാൾ അസ്റിന് ശേഷം പള്ളിയിൽ കയറുകയാണ്, പള്ളിയിൽ ഇരിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അയാൾ 2 റക്അത്ത് നിസ്കരിക്കണം, അയാൾക്കും ആ വിലക്ക് ബാധകമല്ല. അതുപോലെ തന്നെയാണ് ഒരാൾ അസ്റിൻ്റെ സമയത്ത്, ഒരാൾ സുബഹിയുടെ സമയത്ത് ഉറങ്ങിപ്പോയി, എഴുന്നേൽക്കുമ്പോൾ ഈ സമയമായിട്ടുണ്ട്, അയാൾക്ക് നിസ്കരിക്കാം, എഴുന്നേറ്റ ഉടനെ നിസ്കരിക്കണം.
ഒരാൾ മറന്നുപോയി, ഓർമ്മ വന്നാൽ അപ്പോൾ നിസ്കരിക്കണം. അത് കാരണമുള്ളതാണ്, അതുകൊണ്ട് അയാൾക്ക് ആ വിലക്ക് ബാധകമല്ല. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ ഫജ്റിന് ശേഷമാണ് തവാഫ് ചെയ്യുന്നത്. തവാഫ് കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കാരമുണ്ട്, അയാൾക്ക് നിസ്കരിക്കാം. അതുപോലെ ഒരാൾ അസറിന് ശേഷമാണ് തവാഫ് പൂർത്തിയാക്കുന്നത്, അയാൾക്ക് നിസ്കരിക്കാം. അതുപോലെ തന്നെ ഗ്രഹണ നിസ്കാരമുണ്ടായി, അസർ നിസ്കാര ശേഷം ഗ്രഹണം ഉണ്ടായി, ആ സമയത്ത് നിസ്കരിക്കാം. ഇങ്ങനെ സഹോദരങ്ങളെ, പൊതുവെ കാരണമുള്ള നിസ്കാരം ഒരാൾക്ക് നിസ്കരിക്കാം, അയാൾക്ക് ഈ വിലക്ക് ബാധകമല്ല. ചില ആളുകൾ സുബഹിന് ശേഷമോ അസറിന് ശേഷമോ ഒക്കെ പള്ളിയിൽ വന്നിട്ട് നേരെ വന്നിരിക്കും. ചോദിച്ചാൽ പറയും ഈ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല. പൊതുവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മസ്ജിദിൽ ഇരിക്കുന്നതിന് മുന്നേ 2 റക്അത്ത് നിസ്കരിക്കണം. അതുകൊണ്ട് തന്നെ ആധുനികരായ പണ്ഡിതന്മാരിൽ പ്രമുഖനായ ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ ഫത്വ നമുക്ക് കാണാം, ഈ നഹി അവർക്ക് ബാധകമല്ല, നിസ്കരിച്ചിട്ടിരിക്കണം. കാരണം അത് പൊതുവായ കൽപ്പനയാണ്. നിസ്കരിക്കാതെ ഇരിക്കരുത് എന്നത് പൊതുവായ കൽപ്പനയാണ്. അതുകൊണ്ട് ഒരാൾ മഗ്രിബിൻ്റെ തൊട്ട് മുന്നേ പള്ളിയിൽ വന്നു ഇരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അയാൾ നിസ്കരിച്ചിട്ടിരിക്കട്ടെ, അയാൾക്ക് ആ വിലക്ക് ബാധകമല്ല. അതുപോലെ സുബഹിന് ശേഷം ഒരു ദർസ് നടക്കുകയാണ്, ക്ലാസ് നടക്കുകയാണ്, നേരെ വന്നിട്ട് പള്ളിയാണെങ്കിൽ ഇരിക്കരുത്, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഇരിക്കുക. അതാണ് പള്ളിയോട് കാണിക്കേണ്ട പൊതുമര്യാദ. അതിന് ഈ വിലക്ക് ബാധകമല്ല. അത് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം. ഈ വിഷയത്തിൽ തർക്കിക്കുന്ന ആളുകളുണ്ട്, തർക്കിക്കേണ്ടതില്ല. ഒരാൾ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക, അറിയാഞ്ഞിട്ടാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക, പള്ളിയിൽ ഇരിക്കുന്നതിന് മുന്നേ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്, അത് ഈ സമയത്ത് ബാധകമല്ല എന്നാണ് ഹദീസിൻ്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കുക. തർക്കിക്കാൻ നിൽക്കേണ്ടതില്ല. ഒരാൾ അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ തർക്കിക്കേണ്ടതില്ല, അവിടെ ഇരുന്നോട്ടേ നിൽക്കുക, നമ്മൾ പറഞ്ഞു കൊടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. പലപ്പോഴും അങ്ങനെ കാണാം. പണ്ഡിതന്മാരിൽ ചിലർ മനോഹരമായ ഒരു സംഭവം ഇത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞതായി കാണാം. മുൻഗാമികളിൽപ്പെട്ട ഒരാൾ അസറിന് ശേഷം നിസ്കരിക്കുകയാണ്, നിരുപാധികം സുന്നത്തായി നിസ്കരിക്കുകയാണ്. അപ്പോൾ ഒരാൾ വിലക്കി, ഈ സമയത്ത് നിസ്കരിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വ്യക്തി അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നും ആയത്തോതി, സൂറത്തുൽ അലഖിലെ ആയത്ത്, അറഅയ്ത അല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ആയത്തുകളാണിത്. അള്ളാഹുവിൻ്റെ അടിമ അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ അവിടുത്തെ വിലക്കിയ ആളെ താങ്കൾ കാണുന്നില്ലേ? അവിടെ നിസ്കരിക്കുമ്പോൾ കഅബയുടെ അടുത്ത് വെച്ച് അവിടെ നിസ്കരിക്കുമ്പോൾ അവിടുത്തെ വിലക്കുമായിരുന്നു, നിസ്കരിക്കാൻ സമ്മതിക്കുകയില്ലായിരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട അള്ളാഹു ഇറക്കിയ ആയത്താണിത്, അറഅയ്ത അല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ. നഹീൻ്റെ വിലക്ക് വന്ന സമയത്ത് നിസ്കരിക്കുന്ന ഒരാളെ കണ്ടപ്പോൾ ഉപദേശിച്ചപ്പോൾ അയാൾ പറഞ്ഞ വാക്കാണിത്, ആയത്താണിത്. അഥവാ നീ നിസ്കാരം വിലക്കുകയാണോ, എന്നെ നിസ്കരിക്കാൻ സമ്മതിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, അനമ അൻഹാക അനി സ്വലാത്ത്, നിസ്കാരത്തിൽ നിന്നല്ല ഞാൻ നിന്നെ തടഞ്ഞത്, പിന്നെയോ നീ സുന്നത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ നിന്നെ വിലക്കിയത്. കാരണം ഈ സമയത്ത് വഖ്തുൻ നഹിയാണ്, നിസ്കരിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനെതിരാണ് നിൻ്റെ ഈ പ്രവർത്തനം, അതാണ് ഞാൻ വിലക്കിയത്, നീ നിസ്കരിക്കരുത് എന്നല്ല ഈ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നിസ്കാരത്തെ തടഞ്ഞതല്ല, ആ സമയം അനുയോജ്യമല്ല, അത് നഹീൻ്റെ സമയമാണ് എന്നതാണ് എന്ന് പറഞ്ഞു കൊടുത്തു. നോക്കൂ, ചില ആളുകൾ ഇങ്ങനെ ആയിരിക്കും നമ്മളോട് പ്രതികരിക്കുക, അള്ളാൻ്റെ അടിമന അള്ളാൻ്റെ പള്ളിയിൽ നിന്ന് നിസ്കരിക്കാൻ വിടുന്നില്ലേ എന്ന് തിരിച്ചും ചോദിക്കും. അപ്പോൾ നിസ്കരിക്കാതിരിക്കരുതെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് പോലെ തന്നെ നിസ്കരിക്കുന്ന ഒരാളെ കണ്ടാൽ ഉപദേശിച്ചാലും പറയും, ഇന്ന് നിസ്കാരം വിലക്കാണോ, നിസ്കാരം നല്ല കാര്യമല്ലേ, നിസ്കാരം പുണ്യമല്ലേ, എപ്പോഴും നിസ്കരിച്ചൂടെ, നിരുപാധികം നിസ്കരിച്ചൂടെ എന്നൊക്കെ ചോദിക്കും. നോക്കൂ, ആയത്ത് ഓതിയോ നോക്കൂ, ഏതാ ഈ ആയത്ത്? അപ്പോൾ അവരോട് പറയാനുള്ളത്, സുന്നത്തിന് വിരുദ്ധമായത് കൊണ്ടാണ് നിസ്കരിക്കരുത് എന്ന് പറഞ്ഞത്, അല്ലാതെ നിസ്കാരത്തോട് വെറുപ്പുള്ളത് കൊണ്ടോ നിസ്കാരത്തോട് പ്രശ്നമുള്ളത് കൊണ്ടോ അല്ല. ഈ കാര്യം പൊതുവായി സംഭവിക്കുന്നതാണ്. നോക്കൂ, ഒരു നോമ്പ്
ഇല്ലാത്തൊരു നോമ്പെടുക്കുന്ന ആളോട് നമ്മൾ നോമ്പെടുക്കരുതെന്ന് പറഞ്ഞാൽ കാരണം നോമ്പിനെതിരാണെന്ന് പറയും. ഒരു പുതുതായി ദിക്റ് വല്ലതും ഉണ്ടാക്കി സ്വലാത്ത് വല്ലതും ഉണ്ടാക്കി അതിന് പ്രത്യേക മജ്ലിസും അത് പ്രത്യേക എണ്ണവും വണ്ണവും താളവും മേളവും ഒക്കെ നിശ്ചയിച്ചിട്ട് ചൊല്ലുന്ന ആളുകളോട് അത് പാടില്ല എന്ന് പറഞ്ഞാൽ അവർ പറയും, കണ്ടോ സ്വലാത്തിനെ തന്നെ നിഷേധിക്കുകയാണ്, ദിക്റിനെതിരാണ്, നിസ്കാരത്തിനെതിരാണ്, ഇബാദത്തുകൾക്കെതിരാണ്. യഥാർത്ഥത്തിൽ എന്താണ് പറഞ്ഞത്? നിങ്ങൾ ഈ ചെയ്യുന്ന ഈ കാര്യം തെറ്റാണ്. അതിനൊക്കെ ഓരോ സമയവും പരിധിയും എണ്ണവും വണ്ണവും ഒക്കെ ഉണ്ട്. നിരുപാധികമായി ചെയ്യാൻ പറഞ്ഞത് അങ്ങനെയും ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ പ്രത്യേകമായി ഒരു പ്രാസം ഒപ്പിച്ചിട്ടുള്ള ദിക്റുകൾ ഉണ്ടാക്കും, അതുപോലെയുള്ള ദുആകൾ ഉണ്ടാക്കും, അതുപോലെയുള്ള സ്വലാത്തുകൾ ഉണ്ടാക്കും, പ്രത്യേക നിസ്കാരങ്ങൾ എണ്ണവും വണ്ണവും ഒക്കെ നിശ്ചയിക്കും. ഇന്നത് ചൊല്ലണം, ഇത്ര ഫാത്തിഹ, ഇത്ര ഖുൽ ഹുവല്ലാഹു അഹദ്, ഇത്ര സൂറത്തുകൾ, ഇതൊക്കെ നിശ്ചയിച്ച് പല ആളുകളും പല ഇബാദത്തുകളും ഉണ്ടാക്കും. അപ്പം അതിനെ എതിർക്കുമ്പോൾ പൊതുവായി നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന ഒരു വാക്കുകളാണിത്. നിങ്ങൾ അതിനെയാണ് എതിർക്കുന്നത്. യഥാർത്ഥത്തിൽ അതിനല്ല എതിർത്തത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅനി സ്വലാത്തി ബഅദ സുബ്ഹി വൽ അസ്ർ, അവിടുന്ന് സുബ്ഹിനും അസ്റിനും ശേഷമുള്ള നിസ്കാരം വിലക്കി. ബുദ്ധിയുള്ള ആരെങ്കിലും പറയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം വിലക്കി എന്നാരെങ്കിലും പറയോ? ഇല്ല. എന്തുകൊണ്ട് പറയൂല? ആ സമയത്ത് വിലക്കി എന്നാണ് പറഞ്ഞത്. നിസ്കാരത്തോട് വെറുപ്പുള്ളത് കൊണ്ടല്ല. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയൂല. പക്ഷെ ആ സമയം അത് വിലക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് ഓരോ ഇബാദത്തും നമ്മുടെ വക പുതുതായി ഉണ്ടാക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടത് പാടില്ല. അതാണ് വിലക്കുന്നത്. അത് പൊതുവായി ഒരു ഫായിദ എന്ന നിലക്ക് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. നിസ്കരിച്ചിട്ടിരിക്കുക എന്നുള്ള പള്ളിയായതുകൊണ്ട് നിസ്കരിച്ചിട്ടിരിക്കുക എന്നുള്ള. കാരണം ഖത്തീബ് മിമ്പറിൽ ഖുത്ബ പറയുമ്പോൾ പോലും നിസ്കരിച്ചിട്ടിരിക്കണം. പള്ളിയോടുള്ള പൊതു മര്യാദയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പർ എന്നാണ് പറഞ്ഞത്. നിസ്കരിച്ചോ ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് നിസ്കരിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് ഖുത്ബയിൽ അങ്ങനെയാണെങ്കിൽ എല്ലാ സ്ഥലത്തും അത് ബാധകമാണ്. ഇൽമിൻ്റെ മജ്ലിസിലായാലും ഒക്കെ അത് ബാധകമാണ്. പള്ളിയാണോ നമ്മളൊരു മൂലക്ക് നിസ്കരിച്ചിട്ട് അവിടെ ഇരിക്കും. പള്ളിയോടുള്ള പൊതു മര്യാദയാണത്. അതുകൊണ്ടാണ് നഹീൻ്റെ സമയത്ത് പോലും ആ വിലക്ക് ബാധകമല്ലാത്തത്. അത് ഒരു കാരണമുള്ള കാര്യമാണ് ദുഖൂലുൽ മസ്ജിദ് എന്നുള്ളത്. അല്ലാഹു അഅലം. ആ ഉപാധ്യായത്തിലെ അവസാനത്തെ ഹദീസ്, ഏഴാമത്തെ ഹദീസ്, അൻ അബി സഈദിൻ അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാല. ഹദീസ് വായിക്കുന്നതിന് മുമ്പ് അഹ്സൻ ജസാക്കുമുല്ലാഹു ഖൈറൻ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. പലപ്പോഴും പല ആളുകളും ജുമുഅക്ക് വന്നാൽ നേരെ ഇരിക്കുന്നതായി കാണാം, അല്ലെങ്കിൽ ഇതുപോലെ മസ്ജിദിൽ ദർശനം എടുക്കുമ്പോൾ നേരെ വന്ന് ഇരിക്കുന്നതായി കാണാം. അത് പാടില്ലാത്തതാണ്. ഇമാമ് ഖുത്ബ പറഞ്ഞ് പകുതി ആയാൽ പോലും നിങ്ങൾ നിസ്കരിച്ചിട്ടേ ഇരിക്കാൻ പാടുള്ളൂ. ആ സമയത്ത് വൈകി വരണമെന്നല്ല. ഒരാൾ അങ്ങനെ യാദൃശ്ചികമായി വൈകി എത്തി വേഗം നിസ്കരിച്ചിട്ട് ഇരിക്കുക, ലഘുവായി നിസ്കരിക്കുക. ആ സമയത്ത് കുറേ ഇരുന്ന് ഓതേണ്ടതില്ല, ലഘുവായി നിസ്കരിച്ചിട്ടിരിക്കുക. അത് ഖുത്ബയുടെ സമയത്തൊക്കെ പലപ്പോഴും കാണാറുണ്ട്. അതുപോലെ തന്നെ ദർസിൻ്റെ സമയത്ത്. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരോട് എന്നിട്ട് നിസ്കരിക്കൂ എന്ന് പറയൽ ചിലപ്പോൾ അവർക്കൊരു പ്രയാസം ഉണ്ടാവും, നമുക്കൊരു പ്രയാസം ഉണ്ടാവും. അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക എന്നതാണ്. സഹോദരങ്ങളെ, ആ അധ്യായത്തിലെ അടുത്ത ഹദീസ്, عن أبي سعيد الخدري رضي الله عنه قال قال رسول الله صلى الله عليه وسلم من صام يوما في سبيل الله بعد الله وجهه عن النار 70 خريفا. അബു സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പനുഷ്ഠിച്ചാൽ, ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫൻ. ബഅദല്ലാഹു, ബഅദ എന്ന് പറഞ്ഞാൽ അകറ്റും. അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളുടെ മുഖത്തെ നരകത്തിൽ നിന്നും 70 വർഷം വഴിദൂരത്തേക്ക് അകറ്റുന്നതാണ്. ഈ ഹദീസ് സഹോദരങ്ങളെ നോമ്പിനുള്ള ശ്രേഷ്ഠതയാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഒരു നോമ്പിനുള്ള ശ്രേഷ്ഠതയാണിത്. ഒരുപാട് പ്രത്യേകതകളുള്ള ശ്രേഷ്ഠതകളുള്ള ഒരു ഇബാദത്താണ് നോമ്പ് എന്നുള്ളത്. ഒരാൾ ഒരു ദിവസം ഐച്ഛികമായി സുന്നത്തായി ഒരു നോമ്പെടുത്തു, 70 വർഷങ്ങൾ അകലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ മുഖത്തെ ആക്കി തീർക്കും എന്നുള്ളതാണ്. ഇത് നോമ്പിൻ്റെ ഒരുപാട് ശ്രേഷ്ഠതകളിൽ ഒന്നാണ്. അതുകൊണ്ട് ഇത് നമ്മളെ അറിയിക്കുന്നത് മുമ്പ് കഴിഞ്ഞുപോയ ഹദീസുകളൊക്കെ പറഞ്ഞ് ഈ ഹദീസ് കൊണ്ട് ആ അധ്യായം അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്. ഇതറിയിക്കുന്നത് എന്താണ്? ഒരാൾ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചാൽ അയാൾക്ക് ലഭിക്കുന്ന ശ്രേഷ്ഠതയുടെ കാര്യമാണ്. ഈ ഹദീസിൻ്റെ ലഫ്ളിലേക്ക് വന്നാൽ, ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പനുഷ്ഠിച്ചാൽ എന്നാണ് വന്നത്. ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്നത് പണ്ഡിതന്മാർക്കിടയിൽ 2 വ്യാഖ്യാനങ്ങളാണ് വന്നിട്ടുള്ളത്. ഒരു വിഭാഗം പറഞ്ഞു ഫീ സബീലില്ലാ എന്നതിൻ്റെ മുറാദ്, ഉദ്ദേശം ഫീ അൽ ജിഹാദി ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധം, അതുമായി ബന്ധപ്പെട്ട് ഒരാൾ നോമ്പെടുത്താൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ്, ആ സമയത്ത് ഒരാൾ നോമ്പെടുത്താൽ അയാളുടെ മുഖം 70 വർഷങ്ങൾ വഴി ദൂരത്തേക്ക് അള്ളാഹു അകറ്റും എന്നാണ് ഒരു വിഭാഗം വ്യാഖ്യാനിച്ചത്. കാരണം ഫീ സബീലില്ല എന്നത് പൊതുവെ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് വരാറുള്ളത്, ജിഹാദുമായി ബന്ധപ്പെട്ടിട്ടാണ് വരാറുള്ളത്. രണ്ടാമതൊരു വിഭാഗം പറഞ്ഞു ഫീ സബീലില്ല എന്ന് പറഞ്ഞാൽ മുഖ്ലിസൻ ഖാസിദൻ വജ്ഹല്ലാഹ് താലിബൻ സവാബഹു വറിളാഹു മുതഖർരിബൻ ബിഹി, ഒരാൾ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിൻ്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിൽ നിന്നും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, അവൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട്, അവനിലേക്ക് സാമീപ്യം തേടിക്കൊണ്ട് ഒരാൾ നോമ്പെടുത്താൽ നരകത്തിൽ നിന്നും 70 വർഷം അകലെ അയാളുടെ മുഖം അള്ളാഹു അകറ്റുന്നതാണ്. ഈ രണ്ടാമത്തെ വ്യാഖ്യാനമാണ് ശരിയായ വ്യാഖ്യാനം. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ആധുനികനായ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു ഹാദാ മഅനാഹു വല്ലാഹു അലം ഫീ സബീലില്ലാ, ഫീ സബീലില്ലാ എന്നതിൻ്റെ അർത്ഥം ഇതാണ്, അല്ലാഹു അലം, യഅനി ഫീ ത്വാഅത്തില്ലാ, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ഒരാൾ നോമ്പെടുത്തു, നിരുപാധികം. ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട സമയത്തോ അല്ലെങ്കിൽ അതിനു വേണ്ടി പോകുന്ന അവസ്ഥയിലോ ഒന്നുമല്ല, ഒരാൾ നിരുപാധികം അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടി ഒരു ദിവസം നോമ്പെടുക്കുകയാണ്. ഐ മൻസാമ യൗമൻ യബ്തഗി വജ്ഹല്ലാഹ് വദ്ദാറൽ ആഖിറ, ഒരാൾ അള്ളാഹുവിൻ്റെ പ്രീതിയും പരലോകവും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ദിവസം നോമ്പെടുക്കുകയാണെങ്കിൽ അയാൾക്ക് ഈ പറഞ്ഞ പ്രതിഫലം ലഭിക്കും. സഹോദരങ്ങളെ, സുന്നത്ത് നോമ്പിൻ്റെ പ്രത്യേകതയാണിത്. ഒരു നോമ്പ് അതിനല്ലാഹു ഈ പ്രതിഫലം നൽകിയാൽ, നമ്മൾ മുന്നേ ഈ കിതാബിൽ വായിച്ചു പോയ ഒരുപാട് ഹദീസുകളുണ്ടല്ലോ. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നോമ്പിനെ കുറിച്ച് പറഞ്ഞു, അതിൽ താഴ്ന്ന അവസ്ഥയുള്ള നോമ്പിനെ കുറിച്ച് പറഞ്ഞു. അതല്ല ഒരാൾക്ക് സാധാരണ നോമ്പെടുക്കാം, നോമ്പ് ഉപേക്ഷിക്കാം. ഇതൊക്കെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു നോമ്പിന് കിട്ടുന്ന പ്രതിഫലമാണിത്. ധാരാളം ശ്രേഷ്ഠതകൾ വേറെയുമുണ്ട്. ഈ കിതാബിൽ അദ്ദേഹം ഇതാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതാണ് ഈ ഹദീസിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും. ഇതോടുകൂടി ആ അധ്യായം, ആ അധ്യായം പൂർത്തിയായി. അടുത്തത് ഇൻഷാ അല്ലാഹ് ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ട അധ്യായമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് ഇബാദത്തുകളിൽ മുഴുകാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ച് നിർത്തുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളും ന്യൂനതകളും പാപങ്ങളും തിന്മകളും അള്ളാഹു റബ്ബുൽ ആലമീൻ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅല വ അഅലം.
വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.